ആ ഒരു അടിയോടുകൂടി നമ്മുടെ ജീവിതം അവർ നശിപ്പിച്ചു. അപ്പോൾ വേറൊരു മണ്ഡലം പ്രസിഡന്റിനെ പോലീസ് ഓടിച്ചിട്ടടിക്കുന്ന വീഡിയോ ഉണ്ട്. ആ സമയത്ത് ഇവിടെ നിന്ന് അവർ ഈ ക്യാമറയുമായിട്ട് ആ പോയതൊക്കെ നോക്കി കൈ കെട്ടിയ ആളെ അടിക്കുക എന്നാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയത്തില്ല അവരെന്താ ഉദ്ദേശിച്ചതെന്ന്. എൻ്റെ നേരെ വടിയും കൊണ്ട് വന്ന ആളെ എനിക്കറിയാം. വീണ്ടും എന്നെ അടിക്കുന്നുണ്ടായിരുന്നു. അതെനിക്ക് ആരൊക്കെയാണെന്ന് കാണുന്നില്ല. തിരിഞ്ഞ് തന്നെ നിൽക്കുക, പേടിച്ച് കൈ രണ്ടും തലയെ പൊത്തിപ്പിടിച്ചോണ്ട് നിൽക്കുക. അപ്പോഴാണ് അവരെന്നെ പെടലിൽ പുറയിലും ഒക്കെ അടിക്കുന്നുണ്ട്. പക്ഷെ അത് പിന്നെ എനിക്ക് ഓർമ്മയില്ല. ഞാൻ വിചാരിച്ചിരുന്ന ആരും കാണത്തില്ല, അവസാനം ഭർത്താവും മോളും മാത്രമേ കാണത്തുള്ളൂ എന്നൊക്കെ ആയിരുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ പ്രഗത്ഭ ആശുപത്രികളിലൊന്നായ അനന്തപുരി ആശുപത്രിയുടെ മുന്നിലാണ്. വളരെയേറെ മനോവ്യഥയോടുകൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഈ ആശുപത്രിയിൽ കയറിയ ഞങ്ങൾ 601-6 എന്ന് പറയുന്ന മുറി സന്ദർശിക്കുകയുണ്ടായി. ആ മുറിയിൽ ഒരു ചെറുപ്പക്കാരിയും അവരുടെ ഭർത്താവും ഒരു കൊച്ചു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. ആ പെൺകുട്ടി എനിക്ക് തോന്നുന്നു 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുകയാണെന്ന് തോന്നുന്നു. പേര് പാർവണേന്ദു എന്നാണ്. പാർവണേന്ദു വളരെ ഈ പറഞ്ഞ പോലെ അരുമയായ ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിക്ക് കുറച്ച് ദിവസമായിട്ട് ക്ലാസ്സിൽ പോകാൻ കഴിഞ്ഞിട്ടില്ല. അത് അവിടെ ഇരുന്ന് എന്തോ പുസ്തകത്തിലൊക്കെ കുത്തി കുറിക്കുന്നത് കണ്ടു. ആ കുട്ടിയുടെ ഭർത്താവ് രഞ്ജിത്ത്, അദ്ദേഹം എന്തോ ഒരു ഇലൂമിനേഷനുമായി ബന്ധപ്പെട്ട് കായംകുളത്ത് പുതുപ്പള്ളിയിൽ എന്തോ കട നടത്തിയിരുന്ന ആളാണ്. ഇപ്പോൾ കുറെ ദിവസങ്ങളായി അദ്ദേഹത്തിനും ജോലിക്ക് പോകാൻ കഴിയുന്നില്ല. ഞങ്ങൾ അകത്തേക്ക് ചെന്നു. അകത്ത് ആ മുറിയിൽ കട്ടിലിൽ വളരെയേറെ വേദനയും കടിച്ച് ഒതുക്കിക്കൊണ്ട് ഒരു പെൺകുട്ടി കിടക്കുന്നുണ്ടായിരുന്നു. ഏതാണ്ട് 27-28 വയസ്സ് മറ്റോ പ്രായമേ ഉള്ളൂ ആ പെൺകുട്ടിക്ക്. ആ പെൺകുട്ടിയുടെ പേര് മേഘ രഞ്ജിത്ത് എന്നാണ്. ആ പെൺകുട്ടിക്ക് എഴുന്നേക്കാൻ വയ്യ, കിടന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. 27-28 വയസ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ മൂത്ത മകന് 30 വയസ്സാണ്. എൻ്റെ മൂത്ത മകനേക്കാൾ 2-3 വയസ്സിന് പ്രായം കുറഞ്ഞ ഒരു പെൺകുട്ടി മേഘ രഞ്ജിത്ത്. ആ പെൺകുട്ടി ഞങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ആ കാര്യങ്ങളെല്ലാം പറഞ്ഞ് തീരാറായപ്പോൾ ആ പെൺകുട്ടിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നത് എനിക്ക് കാണാൻ കഴിയും. ആ പെൺകുട്ടി ഒരു പോലീസ് അതിക്രമത്തിന്റെ ഇരയാണ്. എപ്പോഴാണ് ആ പെൺകുട്ടിയുടെ അസുഖം ഭേദമാവുക എന്നത് ആ പെൺകുട്ടിക്കും അറിയില്ല, ആ പെൺകുട്ടിയുടെ ഭർത്താവിനും അറിയില്ല. അവരങ്ങനെ ജീവിക്കുകയാണ് അവിടെ. സുഹൃത്തുക്കളെ, കഴിഞ്ഞ 15-ാം തീയതി കായംകുളത്ത് നടന്ന, ആലപ്പുഴയിൽ നടന്ന ഒരു കളക്ടറേറ്റ് മാർച്ചിനോടനുബന്ധിച്ച് ഈ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഏറ്റവും ക്രൂരനും വൈര്യ നിര്യാതന ബുദ്ധിയുള്ള മുഖ്യമന്ത്രിയുമായ പിണറായി വിജയന്റെ പോലീസിന്റെ അതിക്രൂരമായ മർദ്ദനമേറ്റ് എഴുന്നേക്കാൻ വയ്യാതെ കിടക്കുകയാണ് ആ പെൺകുട്ടി ആ കട്ടിലിൽ. വേദന കടിച്ചമർത്തിക്കൊണ്ടാണ് ആ കുട്ടി ഞങ്ങളോട് സംസാരിച്ചത്. ആ കുട്ടിക്ക് എന്ന് ആശുപത്രിയിൽ നിന്ന് പോകാൻ കഴിയും എന്ന് അതിനറിയില്ല. ഞാനതിനോട് ചോദിച്ചു. അപ്പൊ അദ്ദേഹം അത് യൂത്ത് കോൺഗ്രസിന് എന്തോ ഒരു ഭാരവാഹിയാണ് എന്ന് എന്നോട് പറഞ്ഞു. മണ്ഡലം സെക്രട്ടറി അങ്ങനെ എന്തോ ഒരു ഭാരവാഹിയാണ് എന്നാണ് എന്നോട് പറഞ്ഞത്. അവര് കായംകുളത്ത് ഒരു ബ്യൂട്ടി പാർലർ നടത്തുകയായിരുന്നു. ആ ബ്യൂട്ടി പാർലർ നടത്തി വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നതിനിടയിലാണ് ഈ യൂത്ത് കോൺഗ്രസിന്റെ ഈ മാർച്ച് നടക്കുകയും ആ മാർച്ചിനോടനുബന്ധിച്ച് അത് അവിടെ പോവുകയും ചെയ്തു. ആ മാർച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന ലാത്തി ചാർജിൽ ഏതോ നരാധമനായിട്ടുള്ള ഒരു പോലീസുകാരൻ ഈ പെൺകുട്ടിയുടെ തലയുടെ പുറകുവശത്ത് ലാത്തി കൊണ്ട് അടിച്ചതിനെ തുടർന്ന് അത് ബോധം കെട്ട് വീഴുകയായിരുന്നു. സുഹൃത്തുക്കളെ, ആ ബോധം കെട്ട് വീണ പെൺകുട്ടിയെ ആദ്യം ആലപ്പുഴ ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടുന്ന് ഇപ്പൊ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തിനാണ് ഈ പെൺകുട്ടിയെ ഇതുപോലൊരു പോലീസുകാരൻ, ഒരു നരാധമനായിട്ടുള്ള പോലീസുകാരൻ വന്ന് ആ പെൺകുട്ടിയുടെ തലയ്ക്ക് അടിച്ചത് എന്നുള്ളതാണ്. ഒരു പ്രകോപനവും ആ പെൺകുട്ടി അവിടെ ഉണ്ടാക്കിയിരുന്നില്ല.
ആ പെൺകുട്ടി ആ മാർച്ചിന് വന്നതാണ്. അത് യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹി എന്നുള്ള നിലയിലാണ് അത് അവിടെ വന്നത്. പക്ഷെ എന്ത് പ്രകോപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നരാധമനായിട്ടുള്ള പോലീസുകാരൻ ആ പെൺകുട്ടിയെ അടിച്ചത് എന്ന് ആർക്കും അറിയില്ല, പെൺകുട്ടിക്കും അറിയില്ല. വിതുമ്പി കരഞ്ഞുകൊണ്ടാണ് ആ പെൺകുട്ടി എന്നോട് ആ കാര്യം സംസാരിച്ചത്. സുഹൃത്തുക്കളെ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന പോലീസ് നരനായാട്ടിന്റെ ഒരു ഇരയാണ് ഈ പെൺകുട്ടി. ആ പെൺകുട്ടിയുടെ മനസ്സാകെ തകർന്നിരിക്കുന്നു. ആ പെൺകുട്ടി തെറ്റില്ലാതെ നടത്തിക്കൊണ്ടിരുന്ന ഒരു ബിസിനസ് അത് തകർന്നിരിക്കുന്നു. അത് നടത്തിക്കൊണ്ടിരുന്ന ഒരു ബ്യൂട്ടി പാർലർ അടച്ചുപൂട്ടേണ്ട അവസ്ഥയുണ്ടായിരിക്കുന്നു. അതിന്റെ ഭർത്താവിന്റെ സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് ആ പെൺകുട്ടി അത് തുടങ്ങിയത്, ബാങ്ക് ലോണൊക്കെ എടുത്ത്. അത് അടച്ചുപൂട്ടേണ്ട അവസ്ഥ ഉണ്ടായിരിക്കുന്നു. സുഹൃത്തുക്കളെ, ഇത് കേരളത്തിൽ ഇന്ന് അങ്ങോളം ഇങ്ങോളം നടന്നുകൊണ്ടിരിക്കുന്ന പിണറായി വിജയന്റെ പോലീസിന്റെ നേതൃത്വത്തിലുള്ള നരനായാട്ടിന്റെ ഭാഗമായി മൃതപ്രായയായി കഴിയേണ്ടി വന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ആ പെൺകുട്ടിക്ക് കുറെ നമ്മളോട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. നിങ്ങൾ ഈ വീഡിയോടൊപ്പം ആ പെൺകുട്ടിയുമായി ഞങ്ങൾ സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങളും നിങ്ങൾ പിന്നീട് കാണുന്നുണ്ട്. സുഹൃത്തുക്കളെ, എനിക്കതിനകത്ത് ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഇതുപോലെ പോലീസ് നരനായാട്ട് നടത്തുമ്പോൾ ആ നരനായാട്ടിന് വിധേയമാകപ്പെടുന്ന ഇരകളെ സംരക്ഷിച്ച് അവരുടെ ആശുപത്രി ചെലവ് എടുത്തുകൊണ്ട് പോയാൽ മതിയോ ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാര്? ആ പെൺകുട്ടി ഞങ്ങളോട് പറഞ്ഞു, എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും ഞങ്ങളെ പരിചരിക്കുന്നുണ്ട്, എല്ലാവരും ഞങ്ങളോട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, ആശുപത്രിയിൽ വരുന്നുണ്ട്, ചികിത്സാ ചെലവ് അവരെടുക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് മതിയോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇതുപോലെ പോലീസിന്റെ ഭീകരമായിട്ടുള്ള നരനായാട്ടിന് വിധേയരാകുന്ന ഇരകളെ സംരക്ഷിക്കുക മാത്രമല്ല, അതിന് കണക്ക് പറയേണ്ട ബാധ്യത കൂടിയില്ലേ ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക്? ആ പോലീസുകാരനെതിരെ ഒരു സ്വകാര്യ ന്യായം കൊടുക്കുകയും ആ പെൺകുട്ടിയുടെ തലക്കടിച്ചതിനെ മൃതപ്രായമാക്കിയ പോലീസുകാരന്റെ അവന്റെ പെൻഷൻ കിട്ടാതാക്കാനുള്ള ചുമതല ഇവിടുത്തെ കോൺഗ്രസുകാർക്കില്ലേ? അല്ലാതെ ആ പെൺകുട്ടി ആശുപത്രിയിൽ വന്ന് അവരുടെ ചികിത്സാ ചെലവ് എടുത്ത് തീർന്നു നല്ല വാക്ക് പറഞ്ഞ് പോയാൽ മതിയോ? പോരാ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതുപോലെ യാതൊരു പ്രകോപനവും ഇല്ലാതെ ഇതുപോലെ പാവപ്പെട്ട സ്ത്രീകളെ ഇതുപോലെ അടിച്ച് മൃതപ്രായമാക്കുന്ന പോലീസുകാരൻ ആരായാലും അവനോട് കണക്ക് പറയിക്കുക, അവനെ കൊണ്ട് കണക്ക് പറയിക്കാനുള്ള ബാധ്യത ഇവിടുത്തെ പ്രതിപക്ഷത്തിനില്ലേ? പ്രതിപക്ഷത്തിന്റെ നേതാക്കന്മാരായിട്ടുള്ള കോൺഗ്രസുകാർക്കില്ലേ? ഞാൻ ഇതുപോലെ എന്തെങ്കിലും ഒരു സംവിധാനത്തിന്റെ ഭാഗമായിരുന്നെങ്കിൽ ഞാൻ ആ പെൺകുട്ടി, ആ മകൾ പാർവണേന്ദു എന്ന് പറഞ്ഞ പെൺകുട്ടിയെയും വിളിച്ചുകൊണ്ട് ഇവിടുത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയന്റെ വീടിന് മുമ്പിൽ പോയി കുത്തിയിരുന്നേനെ. അങ്ങനെ കുത്തിയിരിക്കല്ലേ കോൺഗ്രസ് നേതാക്കന്മാർ ചെയ്യേണ്ടത്? എന്ത് അധികാരമാണ് പിണറായി വിജയന്റെ പോലീസിന് ഇതുപോലുള്ള ഒരു പാവപ്പെട്ട പെണ്ണിന്റെ തലയടിച്ച് പൊളിക്കാൻ എന്ത് അധികാരമാണുള്ളത്? ആ പെണ്ണിനെ മൃതപ്രായമാക്കാൻ പിണറായി വിജയന്റെ പോലീസിന് എന്ത് അധികാരമാണുള്ളത്? അതുകൊണ്ട് അങ്ങനെ പോലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെ കണക്ക് പറയിപ്പിക്കാനുള്ള ഉത്തരവാദിത്തമാണ് കോൺഗ്രസ് നേതാക്കന്മാർക്കുള്ളത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അല്ലാതെ അവരുടെ ചികിത്സാ ചെലവ് എടുത്തുകൊണ്ട് അവരോട് നല്ല വാക്ക് പറഞ്ഞ് തിരിച്ച് തോളത്ത് തട്ടിയിട്ട് പോവുകയല്ല വേണ്ടത്. അതുകൊണ്ട് ഈ പെൺകുട്ടിയുടെ അനുഭവം കൂടി കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്, ഈ നരാധമന്മാരായിട്ടുള്ള പോലീസുകാർക്കെതിരെ, ഈ പിണറായി വിജയന്റെ വേട്ടപ്പട്ടികളായിട്ടുള്ള ഈ പോലീസുകാർക്കെതിരെ അവരെ പാഠം പഠിപ്പിക്കാൻ മിലിറ്റന്റ് ആവണം ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാർ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അല്ലാതെ ചിരിച്ച് തോളത്ത് തട്ടി ഓടിയാത്ത ഖദർ ഷർട്ടും ഖദർ മുണ്ടും ഇട്ട് നടക്കലല്ല കോൺഗ്രസ് നേതാക്കന്മാരുടെ ജോലി. ഇന്നോവ കാറിൽ കയറി മലന്ന് കിടക്കുകയല്ല കോൺഗ്രസ് നേതാക്കന്മാരുടെ ജോലി. തങ്ങളുടെ കൂടെയുള്ളവരെ പ്രകോപനമില്ലാതെ അതിക്രമിച്ച് വേട്ടപ്പട്ടികളെ പോലെ ആക്രമിക്കുന്ന പോലീസുകാരെ പാഠം പഠിപ്പിക്കുന്ന നിലയിലേക്ക് മിലിറ്റന്റ് ആവണം, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ബില്ലീജറന്റ് ആവണം. അതാണ് കോൺഗ്രസുകാർ ചെയ്യേണ്ടത്. അതുണ്ടാവുന്നില്ല എന്നുള്ളത് ഏറ്റവും ഖേദകരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇതിന്റെ നിയമ നടപടികളെ കുറിച്ചിട്ട് ഞാൻ ചോദിച്ചൊരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ഞാൻ ചോദിച്ചു. അപ്പൊ അത് കോൺഗ്രസുകാർ യൂത്ത് കോൺഗ്രസുകാർ കൂടെ ചേർന്ന് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. നല്ലത്. എനിക്ക് അവരോട് പറയാനുള്ളത്, ഈ പെൺകുട്ടിയെ അടിച്ചു മൃതപ്രായമായിട്ടുള്ള പോലീസുകാരൻ അവൻ അനുഭവിക്കണം. അവൻ പെൻഷൻ അവന് കിട്ടരുത്. അവൻ ക്രിമിനൽ കേസിൽ പ്രതിയായി കോടതികൾ കയറി ഇറങ്ങും എന്ന് കോൺഗ്രസുകാരൻ ഉറപ്പുവരുത്തണം. അതാണ് കോൺഗ്രസുകാരൻ ചെയ്യേണ്ടത്. എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണ്, ശരിക്കും വി.ഡി. സതീശൻ ചെയ്യേണ്ടിയിരുന്നത് ഈ മേഘാ രഞ്ജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പെൺകുട്ടിയുടെ മകൾ പാർവണേന്ദുവിനെയും വിളിച്ചുകൊണ്ട് പിണറായി വിജയന്റെ വീടിന് മുന്നിൽ പോയി നിരാഹാര സമരം നടത്തുകയായിരുന്നു വി.ഡി. സതീശൻ ചെയ്യേണ്ടിയിരുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എന്തായാലും വളരെ മനോവ്യഥയോടുകൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലും ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിലും ആണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ക്രമസമാധാന പാലനം നടത്തേണ്ട ചുമതലയുള്ള പോലീസിലെ ചില നാണം കെട്ടവന്മാർ, ചില വൃത്തികെട്ടവന്മാർ
പിണറായി വിജയന്റെ പിട്ടം താങ്ങുന്ന ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ നടത്തുന്ന ഈ കാട്ടാളത്തത്തിനെതിരെ അതിശക്തമായി പ്രതികരിക്കാൻ വേണ്ടി പല്ലുനക്കവും കേരളത്തിലെ കോൺഗ്രസിന് ഉണ്ടാവണം. അതിന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് ഈ വിഷയത്തിലുള്ള എന്റെ പ്രതിഷേധവും കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ. ആ പെയിൻ എനിക്ക് കൺട്രോള് ഒരു മരുന്ന് തന്നാൽ പോലും ഇപ്പോഴും ആ വേദന എനിക്ക് നേരെ മുഖം ഓർമ്മയുണ്ട്. ആ മുഖം വെച്ചിട്ട് ഞാൻ അവർ കുറെ പേരുടെ ഫോട്ടോ കാണിച്ചു കൂട്ടത്തി ഐഡന്റിഫൈ ചെയ്തു. എനിക്ക് പക്ഷെ പുള്ളിയുടെ പേരൊന്നും അറിയത്തില്ല, ആരാന്നൊന്നും അറിയത്തില്ലായിരുന്നു. മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞതാ, പറയാൻ അടിക്കല്ലേന്ന് പറഞ്ഞതാ. ഞാൻ ചോദിച്ചത് ഈ അടിച്ച പോലീസുകാരനെതിരെ പ്രൈവറ്റ് കംപ്ലൈന്റ് കൊടുക്കണമെങ്കിൽ ആ പോലീസുകാരനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ ഇതങ്ങനെ ഒരു പോലീസുകാരനാണോ അടിച്ചത്, ഒന്നിലധികം പോലീസുകാർ അടിച്ചു? ഒന്നിലധികം പോലീസുകാർ വന്നു. പക്ഷെ എന്റെ നേരെ വടിയും കൊണ്ട് വന്ന ആളെ എനിക്കറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു അടിക്കില്ല സാറെന്ന് പറഞ്ഞപ്പോഴാണ് പുള്ളി വീശിയപ്പോ പേടിച്ചിട്ട് മുഖം തിരിച്ചാണ് എന്റെ തലയുടെ പുറകിൽ അടി കിട്ടിയത്. വീണ്ടും എന്നെ അടിക്കുന്നുണ്ടായിരുന്നു. അതെനിക്ക് ആരൊക്കെയാണെന്ന് കാണുന്നില്ല. തിരിഞ്ഞ് തന്നെ നിൽക്കുക, പേടിച്ച് കൈ രണ്ടും തലയെ കുത്തിപ്പിടിച്ചോണ്ട് നിൽക്കുക. അപ്പോഴാണ് അവരെന്നെ പെടലിൽ പുറയിലും ഒക്കെ അടിക്കുന്നുണ്ട്. പക്ഷെ അത് പിന്നെ എനിക്ക് ഓർമ്മയില്ല. പിന്നെ എനിക്ക് ശ്വാസം മുട്ടി, ബോധം പോയി. നിലവിളിച്ച് ഞാൻ കരഞ്ഞു. ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് എനിക്ക് ആ പെയിൻ ഇങ്ങനെ വന്നത്. ആ ഒരു സെക്കൻഡ് ഞാനിങ്ങനെ സ്തംഭിച്ചോടെ നിന്നത്. അപ്പോഴൊരാളെ അടിക്കുന്നുണ്ട്, എൻ്റെ കൂടെ നിൽക്കുന്നവരെയും അതിൽ ചാടുന്നവരെയൊക്കെ അവർ അടിക്കുന്നുണ്ട്. ഈ പ്രവീൺ അടി കൊണ്ട് ആ സംഭവത്തിനോട് ചേർന്നാണോ? അല്ല, പ്രവീൺ അടുത്ത് കിടന്ന് അപ്പൊ കാണുന്നുണ്ട്, പ്രവീൺ കാണുന്നുണ്ട് അവിടെ കിടന്നുകൊണ്ട്. അതിന്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ബാരിക്കേഡിന് ഇപ്പുറത്തെ സൈഡിൽ തന്നെ സൈഡിൽ നിൽക്കുന്ന എന്നെ വന്നിട്ട് അവര് അടിച്ചത്. എന്താ പ്രൊവോക്കേഷൻ എനിക്കറിയത്തില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല. സൈഡിൽ മാറി നിന്നേ. നിങ്ങളോട് വാക്കർക്കോ അങ്ങനെ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ചുമ്മാതെ വന്ന് അടിച്ചത്. അപ്പൊ ഞാൻ ഞെട്ടിപ്പോയി, ഇതെന്താ സംഭവം. ഞാൻ ഒന്നിനും നിന്നില്ല. അവിടോട്ട് ഇടിച്ചു കയറാനോ ബാരിക്കേഡിനകത്ത് കടക്കാൻ ശ്രമിച്ചോ അങ്ങനെ ഒന്നും ചെയ്തില്ല. ഞാൻ മതിലിന്റെ സൈഡിൽ രാത്രി ചാർജ് തുടങ്ങുന്നെന്ന് നമ്മുടെ ഈ മതിലിന് മുകളിൽ നിന്ന പിള്ളേർ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അത് കേട്ടോണ്ട് ഞാൻ ഓടി ഇങ്ങനെ മാറി. എൻ്റെ കൂടെ വന്നവർ ആദ്യമായിട്ട് മാർച്ചിന് വന്നത്. അപ്പൊ അവരെ ഹെൽപ്പ് ചെയ്യണം, സപ്പോർട്ട് പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ളത് വെച്ചിട്ട് ഞാൻ സൈഡിൽ മാറി. എൻ്റെ വിശ്വാസം മാധ്യമ പ്രവർത്തകരുള്ളിടത്തേക്ക് വരത്തില്ല. പക്ഷെ അപ്പൊ വേറൊരു മണ്ഡലം പ്രസിഡന്റിനെ പോലീസ് ഓടിച്ചിട്ടടിക്കുന്ന വീഡിയോ ഉണ്ട്. ആ സമയത്ത് ഇവിടെ നിന്നവർ ഈ ക്യാമറയുമായിട്ട് ആ പോയതൊക്കെ നോക്കി കൈ കിട്ടിയ ആളെ അടിക്കുക എന്നാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയത്തില്ല അവരെന്താ ഉദ്ദേശിച്ചതെന്ന്. അപ്പൊ എന്തായിരുന്നു മേഘ ചെയ്തോണ്ടിരുന്നത്? അല്ല, എന്തായിരുന്നു പ്രൊഫഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഞാൻ MBA വരെ പഠിച്ച ആളാണ്. BSc കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു എനിക്കിഷ്ടം. പക്ഷെ മേക്കപ്പ് ആയിരുന്നു. അപ്പൊ വീട്ടിൽ നിന്ന് നമ്മളെങ്ങനെ വിടത്തില്ലല്ലോ മേക്കപ്പ് പഠിക്കണം എന്ന് പറയുമ്പോൾ. അപ്പൊ ഹസ്ബൻഡായിട്ടാണ് മോക്ക് 1 വയസ്സാകുന്ന സമയത്ത് എന്നെ മേക്കപ്പും സ്റ്റിച്ചിങ്ങും പഠിക്കാൻ വിട്ടു. ഞാനത് വിവാഹത്തിന് ശേഷം ശേഷം 8 കൊല്ലമായിട്ട് ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാ. ഞാൻ ജോലികൾ പലതും. മേക്കപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ ഈ ഡാൻസിനൊക്കെ? ബ്രൈഡൽ മേക്കപ്പ്. വിവാഹത്തിന്റെ. അപ്പൊ അത് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു ജോലി. ഞാൻ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഒരു താൽക്കാലിക ജീവനക്കാരിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പക്ഷേ ബില്ലിങ്ങിലായിരുന്നു. ഞാൻ അതിൻ്റെ ഇടയ്ക്കും ലീവ് എടുത്ത് മേക്കപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞ് ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളത് സ്റ്റോപ്പ് ചെയ്ത്. പുള്ളിയുടെ ബിസിനസ് ഒരു തകർച്ചയിലായ സമയത്താണ് നമ്മൾ വിചാരിക്കുന്നത് ഇനി വേറെ നമുക്ക് പിടിച്ചു കയറാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ തുടങ്ങിയതാണ്. 2-3 ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു, സ്വർണം വിറ്റും പണയം വെച്ചും എല്ലാം മൊത്തം ഞാൻ അതിനകത്ത് ഫിനാൻസ് ഇട്ട. ഈവൻ ഒരു ഫ്രിഡ്ജ് വരെ ഒരാളുടെ കയ്യിൽ നിന്ന് പോലും കടം വാങ്ങിച്ചില്ല. ഞാനെല്ലാം അല്ലാതെ തന്നെ റോൾ ചെയ്ത് വിൽക്കണം. 10 മാസം 11ാമത്തെ മാസമാണ്. 10 മാസം കൊണ്ട് ഞാൻ നല്ല രീതിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു സ്ഥാപനം. നല്ല രീതിയിൽ പോകുമായിരുന്നു. ഇപ്പം എൻ്റെ വീട്ടിലടക്കം കുഞ്ഞിൻ്റെ ഫീസിൻ്റെ കാര്യങ്ങളടക്കം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഹസ്ബൻഡിന് ഒത്തിരി ബാധ്യതകൾ ആ മറ്റേ ബിസിനസ് മൂലം ഉണ്ടായി. അപ്പം ഞാൻ പറഞ്ഞിട്ട കാര്യമുള്ളൂ, പുള്ളി എടുത്ത് അതെല്ലാം പുള്ളി തന്നെ ജോലി ചെയ്ത് തീർക്ക്, ബാക്കി വീട്ടുകാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. അങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നതാണ്. ആ ഒരു അടിയോടുകൂടി നമ്മുടെ ജീവിതം അവർ നശിപ്പിച്ചു. ഇപ്പം എൻ്റെ സ്ഥാപനം അടച്ചു. ഞാനില്ലാത്തതിൻ്റെ പേര് ഞാനായിരുന്നു മെയിനായിട്ടുള്ള ഹെയർ കട്ട്, സ്റ്റിച്ചിങ്. ജോലിക്കാരുണ്ടെങ്കിലും അവർ ഫേഷ്യലും മറ്റും ചെയ്യുന്നത്. ഈ മെയിൻ വർക്ക് ഹെയർ കട്ടൊക്കെ എന്ന് പറയുമ്പോൾ ഒരാളെ നിർത്തണമെങ്കിൽ 25+ കൊടുക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ അതിനൊരാളെ വെച്ചില്ല, സ്റ്റിച്ചിങ്ങിന് ഒരാളെ വെച്ചില്ല. വെച്ചാൽ എത്രത്തോളം ലാഭം എനിക്ക് അതിനകത്തുനിന്ന് ഉണ്ടാക്കാൻ പറ്റുമോ. 10 പേരുടെ പണിയെടുത്തിട്ടായാലും ഞാൻ രാത്രി വരിരുന്ന്. ഇവരൊക്കെ 6 മണിക്ക് പോകും. അതിനുശേഷം ഞാൻ 7, 8:30, 9 മണി വരെ മാക്സിമം ഇരിക്കും ജോലി തീർത്തിട്ട്. ഞാൻ കഷ്ടപ്പെടാൻ തയ്യാറാവും സാർ. എത്ര വേണേലും നമ്മൾ കഷ്ടപ്പെടാം. വേറൊരാളുടെ കീഴിൽ പോയി ചെയ്യുമല്ലോ.
ഇനി എനിക്ക് എന്ന് ഇവിടെ നിന്ന് എഴുന്നേക്കാൻ പറ്റിയാലും പിന്നെയും ഞാൻ എത്ര മാസങ്ങളോളം കിടക്കേണ്ടി വരും. വണ്ടി ഓടിക്കരുത്, വെയിറ്റുള്ളതൊന്നും എടുക്കരുത്. വണ്ടി ഓടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു? വണ്ടിയിലാണ് എൻ്റെ ഈ കാര്യങ്ങളെല്ലാം, ടൂ വീലറിലാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും. എന്നുവെച്ചാൽ എപ്പോഴും ഞാൻ ഒരിടത്ത് തന്നെ നിൽക്കുമല്ലോ, പല പല പണികൾ ഇതിൻ്റെ ഇടയ്ക്ക് ചെയ്യുന്ന കാരണം ആരെയും ബുദ്ധിമുട്ടിക്കാൻ പോകാറില്ല. രാവിലെ വീട്ടിൽ നിന്ന് മോളെ വിട്ടതിന് ശേഷം ഇറങ്ങിക്കഴിഞ്ഞാൽ രാത്രി 8-9 മണിയാകുമ്പോഴാണ് വീട്ടിൽ ചെല്ലുന്നത്. അപ്പൊ ഈ പോലീസുകാരനെതിരെ എന്തെങ്കിലും നടപടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടോ? അല്ല, എന്തെങ്കിലും ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ അല്ലേ? നടപടി ഒന്നും ഇല്ല, അറിയത്തില്ല. ഞാൻ ഈ സംസാരിക്കാൻ തുടങ്ങിയിട്ട് തന്നെ സാറേ ഇപ്പൊ 2-3 ദിവസമേ ആയുള്ളൂ. അതിനു മുന്നേ വരെ നമുക്ക് അതിനുപോലും പറ്റാത്ത രാവിലെ ഓക്കെ ആയിരുന്നു. ഞാൻ ചാനലിനൊരു ലൈവിൽ സംസാരിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം ആയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര പെയിൻ കൂടിയിട്ട് അവർ ഇത്രയും ടാബ്ലറ്റും ഇഞ്ചക്ഷനും ട്രിപ്പും ഒക്കെ ഇട്ടിട്ട് എനിക്ക് പെയിൻ ഒന്ന് സെറ്റിൽഡ് ആയെന്നേ ഉള്ളൂ. പക്ഷെ പെയിനാണ് എൻ്റെ മെയിൻ പ്രശ്നം. ഈ അടി കിട്ടിയത് കൊണ്ട് എൻ്റെ ഇയർ ബാലൻസ് പോയത്. അപ്പം അത് എടുക്കാൻ കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇരിക്കാനും നടക്കുമ്പോഴും ഒക്കെ തലകറങ്ങി വീഴുക. 1-2 പ്രാവശ്യം അങ്ങനെ വീണു. അപ്പോൾ പറഞ്ഞ ഒരാളുടെ ഹെൽപ്പോട് കൂടിയേ പോകാവുള്ളൂ എപ്പോഴും. ഇപ്പൊ നിങ്ങളുടെ ഈ ചികിത്സയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന യൂത്ത് കോൺഗ്രസ്സുകാരാണോ? പാർട്ടിയായിട്ടാ, കോൺഗ്രസ്സുകാർ. യൂത്ത് കോൺഗ്രസ് എന്ന് മാത്രമല്ല, കോൺഗ്രസും യൂത്ത് കോൺഗ്രസും എല്ലാവരും. ബിലീവേഴ്സിലെല്ലാം രമേശ് ചെന്നിത്തല സാറാ സെറ്റ് ചെയ്തത്. ഇവിടുത്തെ എല്ലാം VD സതീശൻ സാറ് വിളിച്ച് അറേഞ്ച് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഒന്നും വിഷമിക്കണ്ട, എല്ലാത്തിനും അവരുണ്ട്. സുധാകരൻ സാറിനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. KC വേണുഗോപാൽ സാറ് വിളിക്കുന്നുണ്ട്. എല്ലാവരും, ഒരാളുടെ പേര് എടുത്ത് പറയാൻ പറ്റാത്ത രീതിയിൽ തന്നെ എല്ലാ നേതാക്കന്മാരും വിളിക്കുകയും കാണാൻ വരികയും, പ്രവർത്തകർ തന്നെയാണെങ്കിലും ഈ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മൊത്തം യൂത്ത് കോൺഗ്രസ് നമ്മളെ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്യുന്നതാണെന്ന് ഭയങ്കര സന്തോഷം. ഞാൻ വിചാരിച്ചിരുന്ന ആരും കാണത്തില്ല, ഹസനും ഭർത്താവും മോളും മാത്രമേ കാണത്തുള്ളൂ എന്നൊക്കെ ആയിരുന്നു. ഭയങ്കര വിഷമമായിരുന്നു അങ്ങനെ ആദ്യം. പക്ഷെ ഇപ്പം ഞാൻ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി. ഇവരൊക്കെ കൂടെ ഉണ്ടല്ലോ.